2025 ഡിസംബർ 14 പ്രാദേശിക സമയം വൈകുന്നേരം 7 മണി. ഓസ്ട്രേലിയ സിഡ്നി ബോണ്ടി ബീച്ച്. അന്നേ ദിവസം ബീച്ചിൽ തിരക്ക് ഏറെയായിരുന്നു. 1000-ഓളം പേർ ആ സമയം അവിടെ ഉണ്ടായിരുന്നു. കാരണം യഹൂദരുടെ ഹാനൂക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി പ്രിയപ്പെട്ടവരുമൊത്ത് ആ ദിവസത്തിന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാനായി എത്തിയതായിരുന്നു അവരിൽ ഏറെ പേരും. ദീപങ്ങളുടെ ഉത്സവം എന്നാണ് ഹാനൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഗ്രീക്ക് ഭരണാധികാരികളിൽ നിന്ന് ജെറുസലേം ദേവാലയം വീണ്ടെടുത്ത അവസരത്തിൽ ഒരു ദിവസത്തേക്ക് മാത്രം കത്തിക്കാൻ ബാക്കിയുണ്ടായിരുന്ന എണ്ണ തുടർന്നുള്ള 8 ദിവസം വരെ തുടർച്ചയായി കത്തിച്ചതിന്റെ അത്ഭുതകരമായ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. തങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സുദിനത്തിന്റെ സന്തോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവരൊരിക്കലും കരുതിയിരുന്നില്ല തങ്ങളെ ഒരു ദുരന്തം വായ് പിളർന്ന് നിൽക്കുകയാണ് എന്ന്. എന്നാൽ സംഭവിച്ചത് അങ്ങനെയാണ്. യഹൂദ വിരോധത്തിന്റെ ആളിക്കത്തലിൽ അന്ന് നടന്ന വെടിവെപ്പിൽ കൊച്ചു കുഞ്ഞുങ്ങളടക്കം നഷ്ടമായത് 16 പേരുടെ ജീവനുകളാണ്. ഓസ്ട്രേലിയയിൽ യഹൂദർക്കെതിരെ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന വിരോധത്തിന്റെ ഏറ്റവും രൂക്ഷത പ്രകടമാക്കിയ കൂട്ടക്കൊലപാതകമായിരുന്നു അത്. അതായിരുന്നു ഡിസംബർ 14 അരങ്ങേറിയത്. 35 പേരുടെ ജീവനെടുത്ത 1996 പോർട്ട് ആർതർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഓസ്ട്രേലിയയെ നടുക്കിക്കളഞ്ഞ മറ്റൊരു കൂട്ടക്കൊലപാതകമാണ് അത്. പെട്ടെന്നൊരു ദിവസമുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു അന്ന് ഡിസംബർ 14 സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. സമീപ വർഷങ്ങളിൽ ഓസ്ട്രേലിയയുടെ മണ്ണിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും യഹൂദ വിരോധത്തിന്റെയും അനന്തരഫലമായിരുന്നു ബോണ്ടി ബീച്ച് വെടിവെപ്പ്. ആക്രമണത്തിനായി ഹാനൂക്ക് ദിവസം തന്നെ തെരഞ്ഞെടുത്തപ്പോഴാണ് അതിനു പിന്നിലെ യഹൂദ വിരോധം പകൽ പോലെ വ്യക്തമായത്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവും സാമൂഹികപരവുമായി ഏറെ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് യഹൂദർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയുടെ ബഹുസ്വരതയിൽ പ്രധാന പങ്ക് വഹിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ന്യൂനപക്ഷം ആണ് എങ്കിൽ പോലും 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിലാണ് യഹൂദർ ഓസ്ട്രേലിയയിലേക്കുള്ള പലായനം ആരംഭിച്ചത്. നാസി പട്ടാളത്തിന്റെ കിരാത മുറകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി 1930, 1940 കാലഘട്ടമായപ്പോഴേക്കും അതേറെ വർദ്ധിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധാനന്തരം യഹൂദർ ഒരു വൻ ശക്തിയായി വളർന്നു. ഇന്ന് ഓസ്ട്രേലിയയിൽ 1.2 ലക്ഷം മുതൽ 1.3 ലക്ഷം വരെ യഹൂദർ ഉണ്ട് എന്നാണ് കണക്കുകൾ. ഇതിൽ മെൽബണിനാണ് ഏറ്റവും കൂടുതൽ യഹൂദർ താമസിക്കുന്നത്. സിഡ്നി, പെർത്ത്, ബ്രിസ്ബൺ, അഡ്ലൈഡ് എന്നിവിടങ്ങളിലും യഹൂദർ താമസിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. കുറെ നാൾ മുൻപ് വരെ ഓസ്ട്രേലിയയിൽ യഹൂദ വിരോധം പ്രകടമായിരുന്നില്ല. എന്നാൽ സമീപകാലത്താണ് പലതരത്തിലുള്ള യഹൂദ വിരോധം മറനീക്കി പുറത്തു വന്നത്. 1995 മെൽബണിലെ അഡാസ് സിനഗോഗിൽ ഒരു തീപിടുത്തം ഉണ്ടായി. എന്നാൽ ആ ആക്രമണം ഭീകരാക്രമണമായോ യഹൂദ വിരുദ്ധതയായോ സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്ഥിതിഗതികൾ മാറിമറിയുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ വിവിധ സ്ഥലങ്ങളിൽ സിനഗോഗുകൾക്ക് നേരെയുള്ള മുദ്രാവാക്യം വിളികൾ ഉയരുകയും ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സിനഗോഗിന് മുന്നിൽ നിന്ന് 2 പേർ അല്ലാഹു അക്ബർ വിളിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തത് 2023 ഒക്ടോബർ 8 2 ദിവസങ്ങൾക്ക് ശേഷം മെൽബണിലെ ഒരു സിനഗോഗിന് ബോംബ് ഭീഷണി ലഭിച്ചു. ഡിസംബർ ആയപ്പോഴേക്കും പല സിനഗോഗുകളുടെയും പേരിലും ബോംബിംഗ് ഭീഷണികൾ ലഭിച്ചു. 2024 ഡിസംബർ 6 പ്രാദേശിക സമയം പുലർച്ചെ 4:10 മെൽബണിലെ അഡാസ് സിനഗോഗിന് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടായി. സിനഗോഗിൽ തീപിടുത്തമാണ് ഉണ്ടായത്. മരണം സംഭവിച്ചില്ല എങ്കിലും കെട്ടിടത്തിന് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയുണ്ടായി. അന്വേഷണങ്ങൾക്കൊടുവിൽ ഡിസംബർ 9 ഇതൊരു ഭീകരാക്രമണമായി സ്ഥിരീകരണം ഉണ്ടായത്. 2025 ജൂലൈയിലായിരുന്നു മറ്റൊരു ആക്രമണം. ഈസ്റ്റ് മെൽബണിലെ സിനഗോഗിനായിരുന്നു ഇത്തവണ തീവച്ചത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു ആക്രമണം. ആ സമയം സിനഗോഗിനുള്ളിൽ 20 പേർ ആരാധന നടത്തുന്നുണ്ടായിരുന്നു. സിനഗോഗുകൾക്ക് നേരെയുള്ള 2ാമത്തെ ആക്രമണമായിരുന്നു ഇത്. അന്നേ ദിവസം തന്നെ യഹൂദർ നടത്തുന്ന ചില റെസ്റ്റോറന്റുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കാറുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കെട്ടിടങ്ങളുടെ ഭിത്തിയും മറ്റും സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് വികൃതമാക്കുകയും ചെയ്തു. അതുവരെ സമാധാനപരമായി ജീവിക്കുകയും സുരക്ഷിതമായി കരുതുകയും ചെയ്തിരുന്ന ഇടങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതോടെ യഹൂദരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാൻ ആരംഭിക്കുകയായിരുന്നു. യഹൂദരുടെ ആരാധനാലയങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമെതിരെ മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് മെൽബണിലെ മൗണ്ട് സ്കോപ്പസ് മെമ്മോറിയൽ കോളേജിന്റെ ചുവരുകളിൽ പ്രത്യക്ഷപ്പെട്ട ജൂതർ മരിക്കട്ടെ പോലെയുള്ള വിദ്വേഷ വാചകങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. യഹൂദരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി ചുവരെഴുത്തുകൾ വേറെയും ഉണ്ടായിട്ടുണ്ട്.
മെൽബണിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യഹൂദരുടെ കുട്ടികൾ വംശീയമായ വേർതിരിക്കലിനും അവഗണനയ്ക്കും പാത്രമാകാറുണ്ട്. ഇവരുടെ കുട്ടികളെ പലയിടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുമുണ്ട്. എന്നിരുന്നാലും അവയ്ക്കൊന്നും ദേശീയമായ ശ്രദ്ധ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. കേവലം സ്കൂൾ തലത്തിലുള്ള ഒരു പ്രശ്നമായി അതിനെ പരിമിതപ്പെടുത്തിയിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ സിഡ്നിയിൽ യഹൂദർ കൂട്ടത്തോടെ താമസിക്കുന്ന പൂളാര, ബെല്ലേവ്യൂഹിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് തീയിടുകയും വിദ്വേഷ മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്തത് നിസാരമായ സംഭവമായി കണക്കാക്കാൻ ആവില്ല. അതുപോലെ സർവകലാശാലകളിൽ യഹൂദ വംശജരെ സയണിസ്റ്റുകൾ, ഭീകരവാദികൾ എന്ന് ആരോപിച്ചും ആക്രോശിച്ചും അവരെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്താക്കിയതായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രകടമായ യഹൂദ വിരോധമാണ് ഇവിടെയെല്ലാം കാണാനിടയാകുന്നത്. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളുടെ തുടർച്ച മാത്രമായിരുന്നു ഡിസംബർ 14 ബോണ്ടി ബീച്ച് ആക്രമണം. ബീച്ചിനടുത്തുള്ള ഒരു നടപ്പാലത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച 2 തോക്കുധാരികൾ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സംപ്രേഷണം ചെയ്തത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരുന്നു. ബോണ്ടി ബീച്ച് ആക്രമണം ആസൂത്രണം ചെയ്തത് സാജിദ് അക്രം, മകൻ നവീദ് അക്രം എന്നിവരായിരുന്നു. ഇവരാകട്ടെ ഇസ്ലാമിക ആശയങ്ങളുടെ സ്വാധീനത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ ഏറെയായി ഓസ്ട്രേലിയയിൽ നടന്ന ഏറ്റവും മാരകമായ കൂട്ടക്കൊലകളിൽ ഒന്നായി മാറുകയായിരുന്നു ബോണ്ടി ബീച്ച് വെടിവെപ്പ്. ഒരു ഇഷ്ടിക പണിക്കാരൻ എന്ന മേൽവിലാസമായിരുന്നു ഇതിനു മുൻപ് വരെ നവീദ് അക്രത്തിന് ഉണ്ടായിരുന്നത്. എങ്കിലും 2019 മുതൽ ഓസ്ട്രേലിയയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നോട്ടപ്പുള്ളിയായി മാറത്തക്ക വിധത്തിൽ എന്തൊക്കെയോ ചില നിഗൂഢതകൾ അയാളിൽ ഉണ്ടായിരുന്നു. ആ നിഗൂഢതകൾ മറനീക്കി പുറത്തു വന്നത് ബോണ്ടി ബീച്ച് വെടിവെപ്പിലൂടെ ആയിരുന്നു എന്ന് മാത്രം. ആന്ധ്രാപ്രദേശുകാരനായ ഇയാൾ 1998 ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. ഇന്ത്യക്കാരനാണെങ്കിലും വളരെ കുറഞ്ഞ തവണ മാത്രമേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ. മാത്രവുമല്ല, ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടെന്നോ ഇത്തരത്തിലുള്ള മനോഭാവം ഉള്ള വ്യക്തിയായിരുന്നുവെന്നോ കുടുംബക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വെടിവെപ്പിന് കുറച്ചുനാൾ മുൻപ് അച്ഛനും മകനും ഫിലിപ്പൈൻസ് സന്ദർശനം നടത്തിയിരുന്നുവെന്നും അത് IS ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നുമുള്ള സംശയത്തിലാണ് ഓസ്ട്രേലിയൻ പോലീസ്. കാരണം ബീച്ച് വെടിവെപ്പിന് ശേഷം ഇവരുടെ കാറിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഈസ്റ്റ് ഏഷ്യയുടെ പതാകയും സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിരുന്നു. 2017 മുതൽ ഓസ്ട്രേലിയയിൽ ഒരു ഭീകരവാദ ഗ്രൂപ്പായി നിരോധിക്കപ്പെട്ടിരുന്ന ഒരു സംഘടനയായിരുന്നു ഇത്. ഓസ്ട്രേലിയയിലേക്കുള്ള ഇസ്ലാം കുടിയേറ്റത്തിന് നീണ്ട ചരിത്രമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമുകളുടെ കുടിയേറ്റ ചരിത്രമാണ് അത്. 19-ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായി മുസ്ലിമുകൾ എത്തിയത്. വ്യാപാരം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ അവർ നിർണായക സംഭാവനകൾ നൽകുകയും ചെയ്തിരുന്നു. 1940, 1995 കാലഘട്ടങ്ങളിൽ തുർക്കി, ലെബനോൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം കുടിയേറ്റം നടന്നിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ തൊഴിലാളികളുടെ ആവശ്യകത ഈ വരവിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു. 1970-കൾ മുതൽ മുസ്ലിം കുടിയേറ്റത്തിന്റെ 3ാം ഘട്ടം ആരംഭിച്ചു. ഇന്തോനേഷ്യ, മലേഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു അവരെത്തിയത്. ലെബനൻ യുദ്ധവും അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങളും ഇക്കാര്യത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. അഭയാർത്ഥികളായി വന്നവർ പിന്നീട് അവകാശികളും മേധാവികളുമായി മാറുന്ന കാഴ്ചയാണ് ഓസ്ട്രേലിയ സാക്ഷ്യം വഹിക്കുന്നത്. 2000-ന് ശേഷമാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നായി മുസ്ലിമുകൾ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. ഇന്ന് 7 ലക്ഷത്തോളമാണ് ഓസ്ട്രേലിയയിൽ മുസ്ലിങ്ങൾ ഉള്ളത്. അതാകട്ടെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 3% വരും. സിഡ്നി, മെൽബൺ തുടങ്ങിയ നഗരങ്ങളിലാണ് മുസ്ലിം പ്രാതിനിധ്യം കൂടുതലായുള്ളത്. മസ്ജിദുകളും ഇസ്ലാമിക സ്കൂളുകളും ഇന്ന് ഓസ്ട്രേലിയയിൽ ഉണ്ട്. മുസ്ലിം ആഘോഷങ്ങൾ നിർബാധം നടക്കുന്നുമുണ്ട്. ഹലാൽ ഭക്ഷണം മുതൽ രാഷ്ട്രീയം വരെയുള്ള നിരവധി മേഖലകളിൽ ഇന്ന് മുസ്ലിമുകൾ ഒരു നിർണായക സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു. ഓസ്ട്രേലിയയുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു യാത്രക്കാരൻ പാകിസ്ഥാൻ പതാക കൈകളിലേന്തി മുസ്ലിം മുദ്രാവാക്യം മുഴക്കുന്നതായിരുന്നു അത്. അഭയാർത്ഥികളായും തൊഴിൽ തേടിയും വന്നവർ ഓസ്ട്രേലിയയുടെ തനതായ സംസ്കാരത്തിനെതിരെ കരമുയർത്തുന്ന കാഴ്ച അതീവ ദയനീയമെന്നും ആശങ്കാജനകം എന്നും മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്നു വേണം യഹൂദർക്കും ക്രൈസ്തവർക്കുമെതിരെ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ക്രിസ്തീയ വിരുദ്ധത വിലയിരുത്തപ്പെടേണ്ടത്. ഈ സംഭവങ്ങൾക്കെല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ ഉത്തരവാദികൾ ആരാണ്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നാം അല്പം പിന്നിലേക്ക് സഞ്ചരിക്കണം. പ്രധാനമായും 3 രാഷ്ട്രീയ പാർട്ടികളാണ് ഓസ്ട്രേലിയ ഭരിക്കുന്നത്. ലേബർ പാർട്ടി, ലിബറൽ പാർട്ടി, ഗ്രീൻസ് പാർട്ടി എന്നിവയാണ് ഇവ.
ഇതിൽ ഇടത് ആഭിമുഖ്യമുള്ള ലേബർ പാർട്ടിയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഭരിക്കുന്നത്. ലേബർ പാർട്ടിയുടെ നേതാവ് ആന്റണി ആൽബനീസ് ആണ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി. പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയാണ് ആന്റണി ആൽബനീസ് അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ഈ ഭരണകൂടത്തിന് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായി ക്യാബിനറ്റ് പദവിയിൽ 2 മുസ്ലിം മന്ത്രിമാരുണ്ട്. ഭരണത്തിൽ മുസ്ലിം സ്വാധീനം പ്രകടമാണ് എന്നതിന്റെ സൂചനയായിട്ടാണ് ഈ മുസ്ലിം മന്ത്രി പദവി വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ പ്രാദേശിക കൗൺസിലുകളിലും യൂണിയനുകളിലും മുസ്ലിം പ്രതിനിധികളുടെ എണ്ണം കൂടി വരുന്നുമുണ്ട്. ഭരണതലത്തിലുള്ള മുസ്ലിം സ്വാധീനം അന്താരാഷ്ട്ര തലങ്ങളിലുള്ള പല വിഷയങ്ങളിലും ഓസ്ട്രേലിയയുടെ പുതിയ മുഖം അവതരിപ്പിക്കുന്നുണ്ട്. മുൻ ഗവൺമെന്റുകളുടെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പലസ്തീനോട് കൂടുതൽ ചായ്വ് പുലർത്തുന്ന സമീപനമാണ് പുതിയ സർക്കാരിൻ്റെത്. ഇത് മുസ്ലിമുകൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ പല കാര്യങ്ങളിലും വെച്ച് പുലർത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഇക്കാരണത്താൽ തന്നെ മുസ്ലിമുകൾക്ക് ഇപ്പോഴത്തെ സർക്കാരിനോട് കൂടുതൽ ആഭിമുഖ്യവും ഉണ്ട്. സർക്കാരിന്റെ ഈ മനംമാറ്റത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരിൽ യഹൂദർ മാത്രമല്ല ക്രൈസ്തവരും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ക്രൈസ്തവ മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ളതാണ് പുതിയ സർക്കാരിന്റെ പല നടപടികളുമെന്ന് ക്രൈസ്തവ സമൂഹം ആരോപിക്കുന്നുണ്ട്. ഗർഭചിത്രം, ദയാവധം എന്നീ വിഷയങ്ങളിലുള്ള ക്രൈസ്തവ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ നടപടികളാണ് സർക്കാരിൻ്റെത്. കത്തോലിക്ക ആശുപത്രികളിൽ ഗർഭചിത്രത്തിനും ദയാവധത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങളുമുണ്ട്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ സ്വാഭാവികമായും ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് സഭയുടെ പ്രബോധനം. ഈ പ്രബോധനങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്നത് ക്രൈസ്തവ മൂല്യം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ക്രൈസ്തവ പ്രാർത്ഥനകളോടെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതായിരുന്നു ഓസ്ട്രേലിയയുടെ പാരമ്പര്യം. എന്നാൽ ഈയിടെയായി ആ പതിവ് അവസാനിപ്പിക്കണമെന്ന മട്ടിലുള്ള അഭിപ്രായങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ക്രൈസ്തവ പ്രാർത്ഥനകളെ നിരാകരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ആഴത്തിലുള്ള ക്രൈസ്തവ വേരുകൾ മുറിച്ചു മാറ്റുന്നതിന് തുല്യമാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്നതാണ് ഓസ്ട്രേലിയയിലെ ക്രൈസ്തവ പാരമ്പര്യം. 1788 ബ്രിട്ടീഷ് കപ്പൽ സിഡ്നിയിൽ എത്തിയപ്പോൾ മുതൽ ക്രൈസ്തവ സാന്നിധ്യം ഓസ്ട്രേലിയയിലും വ്യാപകമായി തുടങ്ങി. ആ വർഷം തന്നെ ആംഗ്ലിക്കൻ സഭയുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള പ്രാർത്ഥനകളും ചടങ്ങുകളും ഈ മണ്ണിൽ ആരംഭിച്ചു. 1820 മുതൽക്കാണ് കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. 1835 മുതൽ ഓസ്ട്രേലിയയ്ക്ക് കത്തോലിക്ക ബിഷപ്പ് ഉണ്ടായിരുന്നു. പള്ളികളും സ്കൂളുകളും ആശുപത്രികളും സ്ഥാപിച്ച് ഓസ്ട്രേലിയയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ സമ്മാനിക്കുന്നതിൽ ക്രൈസ്തവർ എന്നും മുൻപന്തിയിലായിരുന്നു. എന്നാൽ 1970-കൾക്ക് ശേഷം ക്രൈസ്തവ പ്രാതിനിധ്യത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നും മതവൈവിധ്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നും സമ്മതിക്കാതെ വയ്യ. രാജ്യത്തിന് പലവിധ സംഭാവനകൾ നൽകിയ ക്രൈസ്തവരെയും അവരുടെ സാന്നിധ്യത്തെയും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തുടച്ചു നീക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. നേർക്കുനേരെ നിന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ മാത്രമല്ല ക്രൈസ്തവർ നാമാവശേഷമാകുന്നത്, മറിച്ച് ഘട്ടം ഘട്ടമായി ക്രൈസ്തവ മൂല്യങ്ങളെ ചോർത്തിക്കളയുന്നതിലൂടെയും ക്രൈസ്തവീകതയ്ക്ക് മീതെ മതനിരപേക്ഷതയുടെ നിറം കലർത്തുന്നതിലൂടെയുമാണ്. ഒറ്റയടിക്ക് സംഭവിക്കാവുന്ന പരിണാമമല്ല, പല കാലഘട്ടങ്ങളിലൂടെയും ചെയ്തികളിലൂടെയും സാധിച്ചെടുക്കാവുന്ന ഒന്നുകൂടിയാണ് ക്രൈസ്തവ നിരാസം എന്നാണ് ഇത്തരത്തിലുള്ള പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ക്രൈസ്തവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന സങ്കടവും വർത്തമാനകാലത്തിൽ ഓസ്ട്രേലിയയെ പിടികൂടിയിട്ടുണ്ട്. സഭയുടെ വിശ്വാസങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവരെ നിയമിക്കാനോ സഭാവിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കാനോ സാധിക്കാതെ വരുന്നതും സ്വന്തം വള്ളം മുക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് ക്രൈസ്തവർ കരുതുന്നത്. ക്രൈസ്തവ മതവിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുന്നവർക്ക് തൊഴിൽ നിഷേധിക്കുന്നതും വിവേചനം നേരിടുന്നതും പുത്തരി അല്ലായതായും മാറിയിട്ടുണ്ട്. ഇതിനു പുറമെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയും അവിടെവിടെയായി ആക്രമണങ്ങളും അരങ്ങേറാറുണ്ട്. 2024 ഏപ്രിൽ 15 പ്രാദേശിക സമയം വൈകുന്നേരം 7:15 നടത്ത ആക്രമണം അതിൽ പ്രധാനപ്പെട്ടതാണ്. സിഡ്നിയുടെ പ്രാന്തപ്രദേശമായ വേക്ലി ക്രൈസ്തി ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിൽ നടന്ന കത്തിയാക്രമണമായിരുന്നു അത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ബിഷപ്പ് മാറി ഇമ്മാനുവലിനെ അക്രമി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഒരു വൈദികനും അൽമായനും ആക്രമണത്തിന് ഇരയായി. ആരും കൊല്ലപ്പെട്ടില്ല എങ്കിലും ബിഷപ്പ് മാറി ഇമ്മാനുവലിന് ഈ കത്തിയാക്രമണത്തിൽ എന്നേക്കുമായി കാഴ്ചശക്തി നഷ്ടമാവുകയുണ്ടായി. എന്തായിരുന്നു ഈ കത്തിയാക്രമണത്തിന് പിന്നിൽ എന്ന ചോദ്യത്തിന് അക്രമിയുടേതായി പുറത്തു വന്ന വീഡിയോ മറുപടി നൽകുന്നത് ഇപ്രകാരമാണ്: പ്രവാചകനെ അപമാനിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു. അള്ളാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടാണ് അക്രമി ദേവാലയത്തിൽ എത്തിയത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. വെറുമൊരു 17-കാരൻ ആയിരുന്നു അക്രമി എന്നതാണ് ഈ അക്രമത്തിന്റെ പിന്നിലെ മറ്റൊരു സത്യം. തികച്ചും പാരമ്പര്യവാദി എന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ബിഷപ്പ് മാറി ഇമ്മാനുവൽ കുടുംബ മൂല്യങ്ങൾക്ക് വേണ്ടിയും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും ശബ്ദിച്ചതായിരുന്നു അക്രമിയെ ഇതിന് പ്രേരിപ്പിച്ചത്.
ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഓസ്ട്രേലിയയിൽ പോലും ഇതാണ് അവസ്ഥ എങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷ രാജ്യങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലത്തെ അവസ്ഥയിലൂടെയാണ് ഓസ്ട്രേലിയ കടന്നു പോകുന്നത് എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യക്തമാകുന്നു. ഓസ്ട്രേലിയയിൽ ക്രൈസ്തവർക്കും യഹൂദർക്കും നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചത് 2005 ആയിരുന്നു. ഡിസംബർ 11 സംഭവം. 5000-ഓളം പേരാണ് അന്ന് ക്രോണുള എന്ന സ്ഥലത്ത് തടിച്ചുകൂടിയതും വംശീയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിച്ചതും. ലൈഫ് ഗാർഡുകൾ ആക്രമിക്കപ്പെട്ടതും ലെബനീസ് യുവാക്കളാണ് അതിന്റെ പിന്നിൽ എന്നതുമായിരുന്നു കലാപത്തിന് തുടക്കം കുറിച്ചത്. വർഷങ്ങൾ കഴിയുന്തോറും കുടിയേറ്റ വിരുദ്ധത വർദ്ധിച്ചു വരുന്നു എന്നതും സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. കുടിയേറ്റക്കാർ തദ്ദേശീയരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, വാടക വീടുകൾ പോലും ലഭിക്കാനില്ലാതാക്കുന്നു തുടങ്ങിയവ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് തദ്ദേശീയരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിൽ പെടുന്നവയാണ്. സ്വതവേയുള്ള കുടിയേറ്റ വിരുദ്ധത വർദ്ധിപ്പിക്കാനാണ് ബോണ്ടി ബീച്ച് ആക്രമണം പോലെയുള്ള സംഭവങ്ങൾ വഴിതെളിക്കുന്നത്. ഓസ്ട്രേലിയയിലെ യഹൂദരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ആന്റണി ആൽബനീസിന് ഇത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കത്ത് അയച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ സിനഗോഗുകൾക്കും സ്കൂളുകൾക്കും നേരെ ഇസ്ലാമിക ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ് നൽകിയത്. On August 17th, about 4 months ago, I sent Prime Minister Albanese of Australia a letter in which I gave him warning. It emboldens those who menace Australian Jews and encourages the Jew hatred now stalking your streets. മെൽബണിലെ ചരിത്ര പ്രധാനമായ സിനഗോഗിന് നേരെയുള്ള ചുവരെഴുത്തുകളും യഹൂദരുടെ റെസ്റ്റോറന്റുകൾക്ക് നേരെ നടന്ന ആക്രമണവും സ്വതന്ത്ര പാലസ്തീൻ എന്ന മുദ്രാവാക്യവും ഉദാഹരിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹു കത്ത് എഴുതിയത്. ആന്റിസെമിറ്റിസം ഒരു ക്യാൻസറാണ്, നേതാക്കൾ നിശബ്ദരാകും തോറും അത് വ്യാപകമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നതും. Anti-Semitism is a cancer. It spreads when leaders stay silent. It retreats when leaders act. I call upon you to replace weakness with action, appeasement with resolve. ഓസ്ട്രേലിയയിലെ യഹൂദരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ആ കത്തിലെ നിർദ്ദേശം എത്രത്തോളം പ്രാവർത്തികമാക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 2023 മുതൽ ഓസ്ട്രേലിയയിൽ യഹൂദർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് വൻതോതിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിലേക്ക് വഴിതെളിച്ചതാകട്ടെ ഇസ്രായേൽ ഹമാസ് യുദ്ധവും. പലസ്തീൻ അനുകൂലമായി ഓസ്ട്രേലിയയിൽ നിരവധി തവണ പ്രതിഷേധ റാലികൾ നടന്നത് വരാനിരിക്കുന്ന യഹൂദ വിരുദ്ധതയുടെ മുന്നോടിയായിരുന്നു. മെൽബൺ സർവകലാശാല ഉൾപ്പെടെയുള്ള പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പോലും പലസ്തീൻ അനുകൂല ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നത് ആശങ്കാജനകമാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിനെതിരെ പ്രതികരിക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ സംഘർഷത്തിലേക്ക് മാറാറുമുണ്ട്. സിഡ്നി, മെൽബൺ പോലെയുള്ള വൻ നഗരങ്ങളിൽ ആഴ്ചതോറും പലസ്തീൻ അനുകൂലികളുടെ നേതൃത്വത്തിൽ 10,000 ഒത്തുകൂടുന്നതും സാധാരണ സംഭവമായി കണക്കാക്കാൻ കഴിയുന്നതല്ല. ബോണ്ടി ആക്രമണം ജനങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നുവെന്ന് പൊതുവെ പറയുമ്പോഴും അത് പല രീതിയിലാണ് അവരെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്കെതിരെ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന ഭീതിയിലാണ് ജനങ്ങൾ. അക്കാരണത്താൽ സ്വജീവ രക്ഷാർത്ഥം ഇപ്പോൾ ഓസ്ട്രേലിയക്കാർ തോക്കുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഒരേ ലൈസൻസിൽ ഒന്നിലധികം തോക്കുകൾ വാങ്ങുന്നു. ഡീലർമാരോ തോക്ക് ശേഖരണം ഹോബി ആയിട്ടുള്ളവരോ അല്ല ഇവർ എന്നതാണ് മറ്റൊരു കാര്യം. മറിച്ച് നാളെ തങ്ങൾക്കെതിരെ ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടാൽ തന്നെ അതിനെ നേരിടാൻ സ്വയം പ്രാപ്തമാകുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിൽ ഉള്ളൂ. ഈ സൂചനകൾ എല്ലാം വ്യക്തമാക്കുന്നത് ഓസ്ട്രേലിയയിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ്. വിദ്വേഷ പ്രസംഗ നിയമം നടപ്പിലാക്കാൻ പോകുന്നതാണ് രണ്ടാമത്തെ കാര്യം. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന പ്രസംഗകർക്കും നേതാക്കൾക്കുമെതിരെ കുറ്റം ചുമത്തുക, പിഴ ഈടാക്കുക എന്നിവയോടുകൂടിയാണ് നിയമം വരുന്നത്. കഴിഞ്ഞ 2 വർഷമായി വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധ പ്രവണതയെ ഇടതുപക്ഷ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി പരക്കെയുള്ള എതിർപ്പിന് ഇടയാക്കിയിട്ടുമുണ്ട്. പ്രതിപക്ഷത്തിന്റെ കനത്ത വിമർശനങ്ങൾ പ്രധാനമന്ത്രിയെ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയുമാണ്. ചില ആളുകൾക്ക് യഹൂദരോടുള്ള വെറുപ്പ് ഓരോ ഓസ്ട്രേലിയക്കാരനും തള്ളിക്കളയേണ്ട തിന്മയാണ് എന്നാണ് സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറുടെ പ്രതികരണമുണ്ടായത്. തൻ്റെ കത്തീഡ്രലിന്റെ പരിസരത്ത് പോലും പ്രകോപനപരമായ പ്രകടനങ്ങൾ നടന്നതിന് താൻ സാക്ഷിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ക്രൈസ്തവർ യഹൂദരുടെ മക്കളാണ് എന്നും
അതിനാൽ യഹൂദർക്കെതിരെയുള്ള ആക്രമണം നമുക്കെല്ലാവർക്കും എതിരെയുള്ള ആക്രമണമാണ് എന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അർഹിക്കുന്ന ഗൗരവത്തോടെ നാം കണക്കാക്കേണ്ടതാണ്. മതസൗഹാർദ്ദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. മതസഹിഷ്ണുത രാജ്യത്തിന്റെ മുഖമുദ്രയാണ്. യൂറോപ്പിലോ അമേരിക്കയിലോ പോലെ മതതീവ്രവാദം ഇവിടെ ശക്തവുമല്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയെവിടെയായി ഉണ്ടാകുന്നുണ്ട് എന്നതൊഴിച്ചാൽ അതൊന്നും ഓസ്ട്രേലിയയുടെ സ്വച്ഛതയ്ക്കും ശാന്തതയ്ക്കും തകർക്കുന്ന വിധത്തിൽ ആയിരുന്നില്ല. എന്നാൽ സമീപകാല സംഭവങ്ങൾ തകിടം മറിക്കുന്നത് ആ സ്വച്ഛതയെ ആണ്. ഇത് ഓസ്ട്രേലിയയെ മാത്രമല്ല ലോകം മുഴുവനെയും അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓസ്ട്രേലിയയുടെ മതസൗഹാർദ്ദതയെ തകർക്കുന്ന വിധത്തിലുള്ള തീരെ ചെറിയ നടപടികൾ പോലും ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് ഏവരും ഉയർത്തുന്ന ആവശ്യം. അതിന് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം. രാജ്യത്ത് മതതീവ്രവാദത്തിന് വേരുപാകാൻ അനുകൂല സാഹചര്യം ഒരുക്കുന്ന വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ മുച്ചൂടും നശിപ്പിക്കാൻ ഇനിയും വൈകരുത്. വൈകുന്ന ഓരോ നിമിഷവും വിലപ്പെട്ട ജീവനുകളെ നഷ്ടപ്പെടുത്താൻ നാം കൂട്ടുനിൽക്കുകയായിരിക്കും ചെയ്യുന്നത്.